അക്ഷരലോകത്ത് അറിവ് പകർന്ന് ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ 18 വർഷം പിന്നിടുന്നു. LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്നീ ക്ലാസുകളോടെ തുടങ്ങിയ സ്കൂളിൽ ഇതിനകം 7ാം സ്റ്റാൻഡ് വരെയുള്ള ക്ലാസുകളുണ്ട്. യൂണിറ്റി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലാണ് വിദ്യാലയം പ്രവർത്തിക്കുന്നത്. ചെയർമാൻ അബ്ദുൾ സത്താറിന്റെ നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനമാണ് നടന്നുവരുന്നത്. പഠനത്തിനു പുറമെ യോഗ, കരാട്ടെ, ഡാൻസ്, പാട്ട് എന്നിവയും ഈ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, സ്മാർട്ട് ക്ലാസ് എന്നീ സൗകര്യങ്ങൾ വിദ്യാലയത്തിൽ ലഭ്യമാണ്. എല്ലാ പ്രദേശങ്ങളിൽ നിന്നും വാഹന സൗകര്യം സ്കൂളിലേക്കായി ഒരുക്കിയിട്ടുണ്ട്. യോഗ്യത നേടിയവരും പരിചയസമ്പന്നരുമായ അധ്യാപകരാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് എന്നത് പ്രത്യേകതയാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും കൗൺസിലിംഗ് ക്ലാസുകളും വിദ്യാലയത്തിൽ നടത്തിവരുന്നു. ഒലിവ് ഇന്റർനാഷണൽ അൽബീർ എന്ന വിദ്യാലയം കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചു. ഇസ്ലാമിക മതപഠനത്തിന് മുൻതൂക്കം നൽകിയുള്ള സ്കൂളാണിത്. അക്ഷരലോകത്ത് തല ഉയർത്തി നിൽക്കുന്ന സ്കൂൾ കൂടിയാണ് ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ. നമസ്കാരം, എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. അകമല താഴ്വാരത്തിലെ വയലോലകൾക്ക് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഉത്രാളിക്കാവ് ഭൗതിക ക്ഷേത്രത്തിന്റെ ദൃശ്യഭംഗിയൊന്ന് വേറെ തന്നെയാണ്. മകരക്കൊയ്ത്തു കഴിഞ്ഞ പാടത്തിൽ കിളിർത്തു നിൽക്കുന്ന നെൽച്ചെടികൾ, അതിന് നടുവിലായി പടിഞ്ഞാട്ട് ദർശനമായുള്ള ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രം. സംസ്ഥാനപാതയിൽ കൂടി യാത്ര ചെയ്യുന്ന ഒരാൾ പോലും ഉത്രാളിക്കാവ് ക്ഷേത്രം കാണാതെ കടന്നുപോകില്ല. ഒരിക്കൽ KPSC ലളിത പറഞ്ഞു നാടകത്തിൽ അഭിനയിക്കാനായി KPSCയുടെ വാടകവണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ ഉത്രാളിക്കാവ് എത്താറായാൽ ഉണർന്നിരിക്കും. അന്ന് മനസ്സിൽ കുറിച്ചിട്ടു ഈ പ്രദേശത്ത് താമസിക്കാൻ ഇടവരുത്തണമേ എന്ന്. ആ ആഗ്രഹം ഭഗവതി സാധിച്ചു തന്നു. ഭരതൻ തന്നെ താലികെട്ടി എങ്കക്കാടിന്റെ മരുമകളായി ഉത്രാളിക്കാവ് ഭഗവതിയുടെ തട്ടകത്തിൽ എത്തിച്ചു. പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരത്തിന്റെ മുഖ്യ പങ്കാളികളായ എങ്കക്കാട് ദേശത്തിന്റെ രക്ഷാധികാരിയായിരുന്നു KPSC ലളിത. മരണം വരെ ഉത്രാളിക്കാവിലമ്മയെ അവർ ഉപാസിച്ചിരുന്നു. ജാതിമതഭേദമന്യേ എല്ലാവരെയും കാത്തരുളുന്ന ദേവിയാണ് ഉത്രാളിക്കാവിലമ്മ. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.